ദി ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ഗൗരവമുള്ളൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ച ചില വിവരങ്ങൾ. ഒരു ദുരന്തവാർത്തയാണ് സത്യത്തിൽ. പാകിസ്ഥാനി ടിക്ടോക്ക് താരം സന യൂസഫിന്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള വാർത്താ റിപ്പോർട്ടുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. അതെ, വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയായിരുന്നു അത്. വെറും 17 വയസ്സായിരുന്നു സനയ്ക്ക് പ്രായം, അല്ലേ? അതെ, 17 വയസ്സ്. അപ്പോഴേക്കൊരു ദശലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോ ഒരു സാധാരണ കണ്ടന്റ് ക്രിയേറ്റർ എന്നതിനപ്പുറം എന്താ പറയുക, അവർക്ക് വ്യക്തമായ ചില നിലപാടുകളുണ്ടായിരുന്നു. ഈ റിപ്പോർട്ടുകൾ വെറുതെ വായിച്ചു പോവാതെ ഈ ദുരന്തത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ, പിന്നെ പ്രത്യേകിച്ച് യുവതികൾ ഓൺലൈൻ ലോകത്ത് നേരിടുന്ന ചില വെല്ലുവിളികൾ, ഇതിനെക്കുറിച്ചൊക്കെ ഈ ഉറവിടങ്ങൾ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. തീർച്ചയായും. സനയുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ തന്നെ അത് വ്യക്തമാണ്. അവരൊരു വെറും എന്റർടൈനർ ആയിരുന്നില്ല. ഈ റിപ്പോർട്ടുകളിലൊക്കെ എടുത്തു പറയുന്നൊരു കാര്യം, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയും പിന്നെ സ്വന്തം നാടായ ചിത്രാലിലെ സംഗീത പാരമ്പര്യത്തെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ അവർ ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചു എന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിത്രാൽ, അതായത് ഖൈബർ പക്തൂൺഖ്വയിലെ ഒരു പ്രദേശം, കുറച്ചുകൂടി യാഥാസ്ഥിതികമെന്ന് പൊതുവേ പറയപ്പെടുന്നൊരിടം. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കുക എന്നത് അതൊരു വലിയ കാര്യം തന്നെ ആയിരിക്കണം. അതെ, തീർച്ചയായും. അവരുടെ കണ്ടന്റുകൾ അത്തരം ചർച്ചകൾക്ക് വഴിവെച്ചോ എന്നൊന്നും ഈ റിപ്പോർട്ടുകൾ വിശദീകരിക്കുന്നില്ല. പക്ഷേ ഖൈബർ പക്തുൻക്വായിലെ ചിത്രാൽ സ്വദേശിയായ സന തന്റെ പൈതൃകത്തിൽ അഭിമാനിക്കുകയും അത് ലോകത്തിനു മുന്നിൽ കാണിക്കുകയും ചെയ്തു എന്നത് അത് വ്യക്തമാണ്. പിന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി വാദിച്ചു എന്നത് തന്നെ ചില നിലവിലുള്ള ചിന്താഗതികളോട് അവർക്ക് വിയോജിപ്പുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ഇനി നമുക്ക് ആ ദുരന്ത ദിവസത്തിലേക്ക് വരാം. റിപ്പോർട്ടുകൾ പ്രകാരം തിങ്കളാഴ്ചയാണ് സംഭവം. ഇസ്ലാമാബാദിലെ വീട്ടിൽ വെച്ചാണ് സനയ്ക്ക് വെടിയേൽക്കുന്നത്. അതെ. അതിനുശേഷം പോലീസ് അന്വേഷണം നടത്തി പഞ്ചാബ് പ്രവിശ്യയിലെ ഫൈസലാബാദിൽ വെച്ച് 22 വയസ്സുള്ള ഉമർ ഹയാത്ത് എന്നൊരാളെ അറസ്റ്റ് ചെയ്തു. അയാളും ഒരു കണ്ടന്റ് ക്രിയേറ്ററാണെന്നാണ് പറയുന്നത്, അല്ലേ? അതെ, അതും ഈ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. പോലീസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉമർ ഹയാത്ത് പലതവണ സനയുമായി ഒരു സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ സനയ്ക്ക് താല്പര്യമില്ലായിരുന്നു. ഈയൊരു നിരസിക്കൽ അതാണ് കൊലപാതകത്തിലേക്ക് നയിച്ച പ്രധാന കാരണമെന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. പിന്നെ ശ്രദ്ധേയമായ ഒരു കാര്യം ഈ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. മെയ് 28-29 തീയതികളിലായിരുന്നു സനയുടെ ജന്മദിനം. അന്ന് ആശംസ അറിയിക്കാൻ വേണ്ടി ഇയാളെ ഇസ്ലാമാബാദിൽ എത്തിയിരുന്നു എന്നും പക്ഷേ കാണാൻ പറ്റിയില്ല എന്ന് പറയുന്നു. ഓഹ്, അപ്പോൾ ഈ റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യത്തിന്റെ പുറത്തുള്ള അക്രമം എന്നതിലുപരി കുറച്ചുകൂടി ആസൂത്രിതമായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വീട്ടിൽ അതിക്രമിച്ച് കയറി വളരെ അടുത്തു നിന്നാണ് വെടിവെച്ചത് എന്നാണ് പറയുന്നത്. അതെ, റിപ്പോർട്ടുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. കൊലപാതകത്തിന് ശേഷം സനയുടെ ഫോണും അയാളെ എടുത്തോണ്ടുപോയി. അതെ, ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കുക എന്നതായിരുന്നു അതിന്റെ പിന്നിലെ ലക്ഷ്യം എന്നാണ് പോലീസ് കരുതുന്നത്. ഭാഗ്യവശാൽ അറസ്റ്റ് ചെയ്ത സമയത്ത് ആ ഫോണും പിന്നെ കൊലപാതകത്തിന് ഉപയോഗിച്ചെന്ന് സംശയിക്കുന്ന ആയുധവും പോലീസിന് കണ്ടെടുക്കാൻ സാധിച്ചു. ഇസ്ലാമാബാദ് IGP പറഞ്ഞതായി റിപ്പോർട്ടിലുണ്ട്. തൊഴിൽ രഹിതനായ ഉമർ ഹയാത്ത് തുടർച്ചയായി സനയെ ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. സന പ്രതികരിക്കാതായപ്പോഴാണ് ഈ അക്രമത്തിലേക്ക് കടന്നത് എന്ന്. വളരെ വേദനിപ്പിക്കുന്നൊരു കാര്യം. ഈ റിപ്പോർട്ടുകളിലുള്ളത് കൊല്ലപ്പെടുന്നതിന് കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപ് സന തന്റെ ജന്മദിനാഘോഷത്തിന്റെ ചിത്രങ്ങൾ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തിരുന്നു എന്നതാണ്. എത്ര സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം ആ കുട്ടിക്ക്. ചിത്രാലിനെക്കുറിച്ചും അവിടുത്തെ സംഗീതത്തെക്കുറിച്ചും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുമെല്ലാം സംസാരിച്ച ഒരാൾ. തീർച്ചയായും അത്തരം കാര്യങ്ങളാണ് ഈ ദുരന്തത്തിന്റെ ആഘാതം കൂട്ടുന്നത്. ഈ സംഭവം ലോകമെമ്പാടും വലിയ ഞെട്ടലാണുണ്ടാക്കിയത്. അതോടൊപ്പം തന്നെ ദക്ഷിണേഷ്യയിലെ സ്ത്രീകളുടെ സുരക്ഷ, പ്രത്യേകിച്ച് ഓൺലൈൻ ലോകത്ത് ഇതുപോലെ സജീവമായി ഇടപെടുന്നവരുടെ സുരക്ഷ, പിന്നെ ഈ സൈബർ ഭീഷണികൾ, ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇത് വീണ്ടും ഒരു തീ കൊളുത്തിരിക്കുകയാണ് ശരിക്കും. അതെ. അപ്പോൾ ഈ റിപ്പോർട്ടുകളിലൂടെ കടന്നുപോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാന കാര്യം, സനയുടെ ഈ ഓൺലൈൻ ആക്ടിവിസം അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. പക്ഷേ ആ വിസിബിലിറ്റി തന്നെ അതെങ്ങനെയാണ് അവരെ ചിലർക്കൊരു ലക്ഷ്യമാക്കി മാറ്റിയത് എന്നതാണ്. ഈ റിപ്പോർട്ടുകൾ അടിവരയിടുന്ന ഒരു പ്രധാന ആശങ്കയും അതുതന്നെയാണ്, അല്ലേ? ശരിയാണ്. അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ കൂടുതൽ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് ഇതുപോലുള്ള യാഥാസ്ഥിതിക സമൂഹങ്ങളിലെ സ്ത്രീകൾക്ക്
ഒരു ശബ്ദം നൽകുമ്പോൾ ആ ഒരു ദൃശ്യപരത, ആ വിസിബിലിറ്റി, അതിനെ എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും? ഈ ദുരന്തത്തെ തുടർന്നുണ്ടായ ചർച്ചകൾ നിങ്ങളുടെ ഈ ഉറവിടങ്ങളിൽ പറയുന്ന പോലെ യഥാർത്ഥത്തിൽ എങ്ങനെയുള്ള സിസ്റ്റമിക് മാറ്റങ്ങളാണ് നമുക്ക് ആവശ്യം? ഇതൊരു വലിയ ചോദ്യമാണ്, നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു കാര്യം. തീർച്ചയായും ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? കേൾക്കുന്ന നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? നിങ്ങളുടെ ചിന്തകളോ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള അനുഭവങ്ങളോ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്പയർഡായ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ കൂടുതൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത്തരം വിവരങ്ങൾ ഞങ്ങൾക്കെഴുതാം. വിലാസം ഇതാണ്: theopenmicpodcasts@gmail.com. അതെ, അടുത്ത തവണ പുതിയ വിവരങ്ങളുമായി വീണ്ടും കാണാം.